നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥിയായി എത്തി ആരാധകരെ സമ്പാദിക്കുകയും പിന്നീട് ഇൻഫ്ലുവൻസറായും പബ്ലിക് ഫിഗറായും BJP പ്രവർത്തകനായും ശ്രദ്ധ നേടുകയും ചെയ്ത ആളാണ് റോബിൻ രാധാകൃഷ്ണൻ. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി റോബിന്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇത്. മുൻ ബിഗ് ബോസ് താരം വേദലക്ഷ്മിയും അബിൽദേവുമാണ് റോബിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. പലപ്പോഴായി കടം വാങ്ങിയ പണം റോബിൻ തിരികെ നൽകിയിട്ടില്ല എന്നാണ് ഇരുവരുടെയും ആരോപണം. റോബിന് എതിരെയുള്ള പുതിയ വിവാദം സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. റോബിൻ ചെയ്യുന്നതെല്ലാം വെറും ഷോ ഓഫ് മാത്രമാണെന്നും ബിഗ് ബോസ് സമയത്ത് തന്നെ തോന്നിയിരുന്നുവെന്നും ചിലർ റെഡിറ്റിൽ കുറിക്കുന്നുണ്ട്. ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ അപാര കഴിവാണ് റോബിനുണ്ടെന്നും കടം കൊടുക്കുന്നവരെയും പങ്കാളി ആദ്യപ്പൊടിയെ പോലും ആ കൺവിൻസിംഗ് പവറിൽ പെട്ടുപോയവരാണെന്നും ചിലർ കുറിക്കുന്നുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആർഭാട വിവാഹം നടത്തി റോബിൻ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അബിൽദേവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഡിസംബർ വരെ ഞാനും റോബിനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവനെ എനിക്ക് പേഴ്സണലായി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ പിറന്നാൾ ആഘോഷത്തിൽ വരെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ റോബിൻ ഓടിക്കുന്ന ധാർ പോലും വാടകയ്ക്ക് എടുത്തതാണ്. ദിവസം 4000 രൂപയാണ് അതിന് ചിലവാകുന്നത്. ഭാര്യ വീട്ടിൽ നിന്നും കൊടുത്ത ഓടിക്കാറ് റോബിൻ പണയം വെച്ചിരിക്കുകയാണ്. ഭാര്യ വീട്ടിലും വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഓരോ തുക റോബിന് കൊടുക്കും മുൻപ് ആ ആരതിപ്പൊടിയും ഞാൻ ഇക്കാര്യം വിളിച്ച് അറിയിക്കുമായിരുന്നു. ആർഭാടപൂർവ്വമായിരുന്നു റോബിന്റെ വിവാഹം. അതിലും ബാധ്യതകൾ വന്നിട്ടുണ്ട്. അനിയത്തിയുടെ വിവാഹം നടത്തിയും റോബിന് ബാധ്യതകൾ വന്നു എന്നായിരുന്നു പറഞ്ഞത്. അബിൽദേവിന്റെയും വേദലക്ഷ്മിയുടെയും വാർത്താ സമ്മേളനം പൂർണ്ണമായി കണ്ടവർ ദിൽഷ പ്രസന്നൻ തലനാഴിഴയ്ക്കാണ് റോബിനിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും ആദ്യപ്പൊടി പെട്ടുപോയതാണെന്നും റെഡിറ്റിൽ കുറിക്കുന്നുണ്ട്. റോബിനും ദിൽഷയും ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥികളായിരുന്നു. വിവാഹം കഴിക്കുവാനുള്ള താല്പര്യം ഹൗസിൽ വെച്ച് റോബിൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ദിൽഷ 1 വർഷത്തെ സമയം റോബിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അത്രത്തോളം കാത്തിരിക്കാൻ ആവില്ലെന്ന് റോബിൻ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ആദ്യ റോബിൻ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നത്. റോബിനുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ ഒരിടയ്ക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഏറ്റുവാങ്ങിയ ആളാണ് ദിൽഷ പ്രസന്നൻ. ആദ്യപ്പൊടി ജീവിതത്തിൽ ഏറ്റവും മോശമായ തീരുമാനമാണ് റോബിനെ വിവാഹം കഴിച്ചത് എന്നാണ് ഏറെയും പേർ റെഡിറ്റിൽ കുറിക്കുന്നത്. പൊടീസ് എന്ന ആദ്യയുടെ ബ്രാൻഡിന്റെ നിലനിൽപ്പിനെ പോലും റോബിന്റെ പ്രവൃത്തികളും വിവാദങ്ങളും ബാധിക്കുമെന്നും ചിലർ കുറിക്കുന്നുണ്ട്. ആദ്യപ്പൊടി റോബിനെ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിശയിച്ചിരുന്നുവെന്നും റോബിനേക്കാൾ നല്ല പങ്കാളിയെ ആർദിക്ക് അർഹിക്കുന്നുണ്ടെന്നും കുറിച്ചവരുമുണ്ട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ആർദി ഒറ്റയ്ക്ക് കെട്ടിപ്പൊക്കിയതാണ് പൊടീസ് എന്ന ബൊട്ടീക്കും ക്ലോത്തിംഗ് ബ്രാൻഡും. റോബിൻ സാമ്പത്തിക തട്ടിപ്പ് വിവാദത്തിൽ ഉൾപ്പെട്ടതോടെ ആർദിയുടെ ബിസിനസിനെയും ആളുകൾ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഇനിയും റോബിനൊപ്പം തുടർന്നാൽ ആർദിക്ക് എല്ലാം കൈവിട്ടു പോകും എന്നും കുറിച്ചവരും ചിലവരുണ്ട്. റോബിൻ വരും മുൻപ് തന്നെ ആർദി സക്സസ്ഫുൾ ആയ സംരംഭക തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രശ്നത്തിൽ ആർദി പൊടിയുടെ മറുപടി എന്താണ് എന്നറിയുവാൻ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. തന്നെയും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി ഭാര്യയും സംരംഭകയുമായ ആർദി പൊടി രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ധാരാളം ആരോപണങ്ങൾ ചർച്ചകളും നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഇത് അബിലും റോബിനും തമ്മിലുള്ള പ്രശ്നമാണ്. അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ അത് സ്വയം പരിഹരിക്കണം. എന്നെയും എന്റെ പേരോ എന്റെ ബ്രാൻഡിനെയോ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ലക്ഷ്മി എന്റെ വീഡിയോകളും ഉള്ളടക്കവും മനഃപൂർവ്വം ഉപയോഗിക്കുകയും എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ നിന്ന് എനിക്ക് യാതൊരു ബന്ധങ്ങളുമില്ല. എന്റെ പേരും ബ്രാൻഡും ഉപയോഗിച്ച് തെറ്റായ വിവരണം സൃഷ്ടിക്കുമ്പോൾ ഞാൻ മൗനം പാലിക്കുകയില്ല. ഇതിന് ഉത്തരവാദിയായവർക്കെതിരെ മാനനഷ്ടം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും. എന്റെ ബ്രാൻഡ് ഞാൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഒന്നല്ല. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും എന്റെ സ്വന്തം ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുവാൻ ഞാൻ ചെലവഴിച്ച എല്ലാത്തിന്റെയും ഫലമാണ്. ആരോപണങ്ങൾ പ്രചരിക്കുന്നത് എന്നെ ബാധിക്കാത്ത കാര്യങ്ങളിലേക്ക് എന്റെ പേര് വലിച്ചഴിച്ച് എന്റെ പ്രശസ്തിയെയോ എന്റെ ബിസിനസ്സിനെയോ നശിപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല. ദയവായി എന്റെ നിശബ്ദതയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. സത്യം എനിക്കറിയാം. ഇന്ന് എനിക്കുള്ളതെല്ലാം കെട്ടിപ്പടുക്കുവാൻ ഞാൻ നടത്തിയ പരിശ്രമം എനിക്കറിയാം. ശരിയായ നിയമപരമായ മാർഗങ്ങളിലൂടെ എന്റെ പേരും ബ്രാൻഡും ഞാൻ സംരക്ഷിക്കും. എന്നെയും എന്റെ ബ്രാൻഡിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു ആർദി പൊടി പറഞ്ഞത്. നേരത്തെ കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ റോബിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഓൺലൈൻ മീഡിയയിൽ പല ചോദ്യങ്ങളും ഉയർന്ന സമയത്ത് ആർദി റോബിനെ അനുകൂലിച്ചായിരുന്നു അന്ന് പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആർദി തന്റെ പേരിന് ചീത്തപ്പേരുണ്ടാകുന്ന ഒന്നും താൻ നിൽക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഉള്ളത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്നതിലും ഇപ്പോൾ ആരാധകർ സംശയം ഉയർത്തുന്നുണ്ട്.